ഏത് സർക്കാരാണ് ഭരിക്കുന്നതെന്ന് നോക്കിയല്ല നിപ്പയും കോവിഡും ഒന്നും വരുന്നതെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. പകർച്ചവ്യാധികളെ നേരിടേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരം സാഹചര്യങ്ങളെ കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ നേരിടണമെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. നിപ്പയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെന്റാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കിയിട്ടല്ല. അതൊക്കെ ഈ സമൂഹത്തിലുണ്ട്. വൈറസൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവയുടെ ആധിക്യം ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് പകരുകയും മരണകാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂട്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക എന്ന രീതിയിൽ ഇടപെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, നമുക്കറിയാം ഇടതു സർക്കാരിന്റെ ഭരണകാലത്ത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉന്നയിച്ച ഒരു വലിയ വിമർശനം, അതിൽ വീണ ജോർജ് ഇപ്പോൾ ആ വീഡിയോ ഒക്കെ പങ്കുവച്ചിരുന്നു. അതിന് മറുപടി എന്നോണമാണോ ശൈലജ ടീച്ചർ കൂടി രംഗത്ത് വരുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഭരണം നോക്കിയല്ല ഇത്തരം പകർച്ചവ്യാധികളും രോഗങ്ങളും ഒക്കെ വരുന്നത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിക്കുകയാണ്. പക്ഷേ അതിനെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ തന്നെ ജനങ്ങളുടെ ക്ഷേമം എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് ഒത്തുചേർന്ന് അതിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ സർക്കാരിന് അതിന് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സുസ്ഥിരമായ ആരോഗ്യസ്ഥിതി നിലവിലുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കോഴിക്കോട് ഒരാൾക്ക് നിപ്പ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസാരിക്കുകയായിരുന്നു ശൈലജ ടീച്ചർ. മാത്രവുമല്ല, കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രി ആയിരുന്ന കഴിഞ്ഞ തവണത്തെ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഭരണത്തിൽ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറെ വളരെ മോശമായ രീതിയിൽ പരിഹസിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി സംസാരിച്ചിരുന്നു. അതുകൂടി ചൂണ്ടിക്കാട്ടിയുള്ള ചർച്ചാ വിവാദത്തിൻ്റെ ഇടയ്ക്കാണ് ഒരു മറുപടി എന്ന നിലയിൽ തന്നെയാണ് ശൈലജ ടീച്ചർ ഇതിന് മറുപടി പറയുന്നത്. അത്തരത്തിൽ ഇതിനെ നിപ്പയുടെ അതിജീവന ശ്രമങ്ങളെ പരിഹസിച്ച ആളുകളുണ്ട്. അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. ഒരു കൂട്ടായ ശ്രമം എന്ന നിലയിലാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്. കേരളം അതിന് ഈ ഘട്ടത്തിൽ സജ്ജമാണ്, ജാഗ്രതയാണ് വേണ്ടത് എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങളെ, നിപ്പയുടെ അതിജീവന ശ്രമങ്ങളെ പൂർണ്ണമായും രാഷ്ട്രീയമായി കാണുകയും അതിനെ പരിഹസിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ അത്തരത്തിലല്ല ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. രാഷ്ട്രീയ ഭേദമെന്നെ ഒത്തുചേർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ ഒക്കെ കാര്യശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. കേരളത്തിന് അത് കഴിയും എന്ന ആത്മവിശ്വാസം കൂടി പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി അല്ല ഈ വിഷയങ്ങളെ കാണേണ്ടത്, തങ്ങൾ അങ്ങനെയല്ല കാണേണ്ടതെന്ന സൂചന കൂടി ശൈലജ ടീച്ചർ വ്യക്തമാക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.